Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. So, കുറച്ച് ദിവസം കഴിഞ്ഞു അല്ലേ വീഡിയോ ചെയ്യാതെ. ഞാൻ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റിലായിരുന്നു കുറച്ച് ദിവസം. ഞങ്ങളുടെ ഫാമിലി ടെമ്പിളിൽ ഉത്സവമായിരുന്നു. സോ അതാണ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സീ ഇന്ന് എന്താണ് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ. സോ ഇത്ര ദിവസമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. എവിടെയാണ് ഈ സമയം നിങ്ങൾ നിൽക്കുന്നത്? എനർജറ്റിക്കലി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഇമോഷൻ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കളക്റ്റീവായിട്ട് നോക്കാം. സോ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. എന്തവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്? എന്താണ് ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട psychic message നമുക്ക് നോക്കാം. What's your current situation and what you need to hear right now? Okay, so let me shuffle once again. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഓക്കെ, സോ എന്തൊരു കാര്യം നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തൊരു വാക്കായിരിക്കാം, ഓർ എന്തെങ്കിലും ഒരു പേരായിരിക്കാം, ആരുടെങ്കിലും പേരായിരിക്കാം. മേ ബി സംതിങ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ എ. ഓക്കെ, ഓർ ലെറ്റർ വി ആയിരിക്കാം, ലെറ്റർ എ എന്തെങ്കിലും അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തൊരു കാര്യം നിങ്ങളുടെ ഹെഡിൽ. ചില ആളുകളുടെ, എല്ലാവരുടെ സിറ്റുവേഷൻ എന്നുള്ളതല്ല, ചില ആളുകൾക്ക് അത് അമ്മയായിരിക്കാം, ചില ആളുകൾക്ക് അത് അച്ഛനായിരിക്കാം, ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രോബബ്ലി അതായിരിക്കാം കൂടുതൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആംബിഷൻ, ചില ആളുകൾക്ക് എന്തൊരു ആഗ്രഹം നിങ്ങളുടെ ഹെഡിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ആംബിഷൻ, എന്തൊരു കാര്യത്തിൽ നിങ്ങൾ വളരെ ആംബിഷ്യസ് ആവുന്നുണ്ടായിരിക്കാം. ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. നമ്പർ എ ഓർ ട്രയാങ്കിൾ or V. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് അവെയർനെസ്. ഓക്കെ, സോ എന്തൊരു കാര്യം അവെയർനെസ് ആണ് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക, അല്ലെ ഒരു ഒരു അറിവോ അല്ലെങ്കിൽ നോളേജോ എന്തോ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ അവിടെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് നിങ്ങളൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ടോ ഒരു ചലഞ്ചായിട്ടോ അല്ല എടുക്കുന്നത്. നിങ്ങളവിടെ കൂടുതലൊരു കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നത്? അത് നിങ്ങൾക്ക് കൂടുതൽ അവെയർനെസ് തരുന്നുണ്ട്, ക്ലാരിറ്റി തരുന്നുണ്ട്, കൺഫർമേഷൻ തരുന്നുണ്ട്. ഓക്കെ, സോ എന്തൊരു കാര്യം, ഇതുപോലത്തെ എന്തൊരു അറിവ് നിങ്ങളുടെ ഉള്ളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഇത് എത്ര ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബിക്കോസ് എന്തൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഹെഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്തൊരു ഇൻസൈറ്റ് തരുന്നുണ്ട് ആ ഒരു കാര്യം, നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ പറ്റി ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങളെ ഒരു സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. എന്താണോ നിങ്ങൾക്ക് കൂടുതൽ ഒരു കാര്യത്തെ പറ്റി ഒരു അവെയർനെസ് ഉണ്ടാവുന്നത്, അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബിലീഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ആക്ഷൻ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ. സോ നിങ്ങളതൊരു വിഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ചലഞ്ചായിട്ടോ ഒന്നുമല്ല എടുക്കുന്നത്, വിച്ച് ഈസ് റിയലി ഗുഡ്. ബിക്കോസ് എന്താണ് ഈ ഒരു അവസ്ഥ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. റൈറ്റ്, ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു അറിവ് നിങ്ങൾ ഗെയിൻ ചെയ്യാണ്. ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗെയിൻ ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ നോളേജ് ആയിരിക്കാം, വിച്ച് മീൻസ് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് സറൗണ്ടിങ് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡീപ്പായിട്ടുള്ള നോളേജ്, ഈവൻ ചില കാര്യങ്ങൾ എക്സാക്ട്ലി നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എനർജറ്റിക്കലി അല്ലെങ്കിൽ സൈക്കിക്കലി ഓർ ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓൾറെഡി അറിയാം. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓർ എന്താണോ നിങ്ങൾക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് എനർജറ്റിക്കലി സിറ്റുവേഷൻസ് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ഈവൻ ആളുകളിലേക്ക് വരുന്ന സമയത്തും അവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ട്രസ്റ്റ് ദെയർ ആക്ഷൻ. അവരെന്ത് ആക്ഷൻ നിങ്ങൾക്ക് നേരെ എടുക്കുന്നുണ്ട്, അവരുടെ ആക്ഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് ഡിഫറെൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അറിവോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസോ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഒരു വിഷമമായിട്ടല്ല നിങ്ങൾ എടുക്കുന്നത്.
ഓക്കെ. സോ എന്താണോ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്ന ആക്ഷൻ, അതിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ഉണ്ടാവുന്ന ഒരു നോളേജ് ആണ്. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇമോഷൻസ്, താല്പര്യങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഒരു സൈക്കിക് നോളേജ്, സൈക്കിക് പവർ, സ്പിരിച്വലി നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഒരു ജീവിതാനുഭവം കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡിൽ അതാണ് കിടക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ ഈ സമയത്ത് കൂടുതൽ കണക്ട് ചെയ്യുന്നത് അതാണ്. നിങ്ങളുടെ തോട്ട്സ് അങ്ങനെയായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ തോട്ട്സ് സ്പിരിച്വലി ഒരുപാട് നോളേജ് ഗെയിൻ ചെയ്യാനുള്ളൊരു ക്രേവ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ചില കാര്യത്തെ പറ്റി നിങ്ങൾ എന്തൊക്കെയോ ഒരു നോളേജ് നിങ്ങൾ ഈ സമയം നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതം ഒരുപാട് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായിരിക്കും പ്രോബബ്ലി നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓത്തന്റിക് വേർഷൻ, നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ജീവിതാനുഭവം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. എന്തവസ്ഥയാണോ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു സമയം കണക്ട് ആയിട്ടുള്ളത്, അത് നിങ്ങളുടെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ തൊഴിലിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ജീവിത സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു അനുഭവം നിങ്ങൾ ഒരുപാട് പഠിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും വലിയൊരു അസറ്റ് ആയിരിക്കാം. നിങ്ങളുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു സമയത്ത് ലൈഫിൽ എന്താണോ നിങ്ങൾ അതുപോലെ പഠിക്കുന്നത്, അതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷനോ ക്ലാരിറ്റിയോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നത്, അതാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് വെരി ഗുഡ്. സോ നിങ്ങൾ ഒന്നും ഒരുപാട് ഈവൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് വൈസായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം, ബട്ട് മേ ബി ലൈക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വർക്ക് ആവാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ ഡൗൺ ആയിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് നിങ്ങൾക്കത് റിസീവ് ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്ത് അവസ്ഥയിൽ കൂടെയാണോ നിങ്ങൾ ഈ സമയത്ത് പോകുന്നത്, നിങ്ങൾ അവിടെ ഒരുപാട് ഡെസ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വിഷമായിട്ടോ അല്ല എടുക്കുന്നത്. ലവ് ബിഗിൻസ്. ഓൾറൈറ്റ്, സോ സെൽഫായിട്ട് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടോ ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇമോഷൻസ് നിങ്ങൾക്ക് അവിടെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷൻസ്, നിങ്ങൾ സഫർ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനും നിങ്ങൾക്കതിന് വേണ്ട ആൻസറും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഓരോ ടൈമിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മളെ കൂടുതൽ സ്നേഹിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നിന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അങ്ങനെ നിങ്ങൾക്ക് സെൽഫ് ഫോക്കസ് ചെയ്യാനും സെൽഫ് വർക്ക് ചെയ്യാനും സാധിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, പ്ലേസ്, ആളുകളിലേക്ക് നിങ്ങൾ അവിടെ കണക്ട് ചെയ്തു വരുന്നുണ്ട്. ബട്ട് റിമെമ്പർ, ഫസ്റ്റ് നിങ്ങൾ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളെയാണ്, വേറൊരാളുടെ സപ്പോർട്ടും ഇല്ലാതെ നിങ്ങളെയാണ് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു ആക്ഷൻ നിങ്ങൾ കൊടുക്കുന്നത്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇതുപോലുള്ള മാറ്റങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ആളുകൾ അവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ചില മാറ്റങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് കാര്യങ്ങൾ എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് വരുന്നു എന്നുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ
നിങ്ങളുടെ ഇമോഷൻസിൻ്റെ പുറത്ത് നിങ്ങൾ ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. അത് ഒരുപാട് നിങ്ങൾ ബാലൻസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരിക്കണം അല്ലേ. ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ജസ്റ്റ് കാമായിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഒബ്സർവ് ചെയ്യുക സിറ്റുവേഷൻ, ഓവർ റിയാക്ട് ചെയ്യുന്നതിനു പകരം. ഓക്കെ, പെട്ടെന്ന് പാനിക്കായിട്ട് ഓവർ റിയാക്ട് ചെയ്യുക. അത് ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഏത് ആളുകളോടാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, റിയാക്ഷനിലൊക്കെ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് കൂടുതലുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ നല്ല മാറ്റങ്ങൾ അവിടെ വരുത്താൻ സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ പറയല്ലോ, ആദ്യം നമ്മളിൽ മാറ്റം വരുത്തുന്ന സമയത്ത് അത് നമുക്ക് പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അതിനൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതിൽ നിങ്ങൾ മാറ്റം വരുത്താം. ഓക്കെ, അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ ഒരു മാറ്റം നിങ്ങൾ വരുത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ സറൗണ്ടിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലും നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. ബട്ട് ഫസ്റ്റ് നിങ്ങളാണ് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ റൈറ്റ് പേഴ്സൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, സോ നിങ്ങളുടെ റിയാക്ഷൻ റെസ്പോൺസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് വരുന്ന സമയത്തും നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും പാടില്ല. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കമ്പാരിസൺ വേണ്ട. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ ഇമോഷൻസിലൊക്കെ വളരെ നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളത് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അത് മനസ്സിലാക്കാതെ മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യാനും പാടില്ല. മെയിൻലി ലൈക്ക് നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആളുകളിൽ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് ഐ ഡോണ്ട് നോ ഇത് ആർക്കൊക്കെ കേൾക്കേണ്ട ഒരു മെസ്സേജ് ആണെന്നുള്ളത്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ആക്ഷൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നായിരിക്കാം നിങ്ങൾക്ക് അതുപോലുള്ള ഒരു മാറ്റം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു തോട്ട്സിൽ അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത്, ആ ഒരു ബിലീഫിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ചില ആളുകളുടെ ലൈഫിൽ നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലുള്ളൊരു നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത്. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ ബാലൻസ് ആക്കി കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുഭവിക്കാനും കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആഗ്രഹത്തിന്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിൽ ആ ഒരു സ്പിരിച്വൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഓവർ റിയാക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കുറെ സംസാരിക്കുന്നതിന് പകരം അവിടെ വൈസ് ആയിട്ടുള്ള ആക്ഷൻ ആണ് ഉണ്ടാവുന്നത്. സോ ആളുകൾ നിങ്ങളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആക്ഷനിൽ നിങ്ങളോടുള്ള ഒരു കെയറോ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് ഈ മെസ്സേജ് നിങ്ങൾ എടുക്കേണ്ടത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങൾ മാറ്റേണ്ടത്. ബിക്കോസ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക, പല കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കാം ചില കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കാത്തത്. നിങ്ങൾ ചില കാര്യത്തിൽ, ചില ആളുകളിൽ, ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് പാസ്റ്റിൽ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം ആ ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം ഇത് ഇത്രയൊക്കെ ചേഞ്ച് ആവുള്ളൂ, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുള്ളൂ, ഇവർക്ക് ഇത്രയൊക്കെ മാറാൻ സാധിക്കുള്ളൂ. ഈവൻ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ബിലീഫ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് ബ്രേക്ക് ചെയ്യാൻ കൂടെ വില്ലിങ് ആയിരിക്കണം.
നിങ്ങൾ ആളുകളിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ചില ആളുകളുടെ പ്രവൃത്തിയിൽ, ചില ആളുകളെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുമായിട്ട് എന്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾ മസ്റ്റായിട്ട് റിലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഫൊർഗീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ. എക്സാക്ട്ലി. ഓക്കെ, സോ ഇതിനേക്കാളും വലിയൊരു കൺഫർമേഷൻ നിങ്ങൾക്കില്ല. നിങ്ങൾ ആ ഒരു ഓൾഡ് പാറ്റേൺ, ഓൾഡ് ഐഡന്റിറ്റി, ഓൾഡ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ബേർഡൻസ് നിങ്ങൾ എത്രമാത്രം അങ്ങനത്തെ ഒരു ബേർഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അവരിങ്ങനെയായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി, ഇങ്ങനെയായിരുന്നു, അവർ ഇങ്ങനെ ചേഞ്ച് ആവില്ല, അവർ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇങ്ങനത്തെ ഒരുപാട് ബാഗേജ് നിങ്ങൾ എത്രമാത്രം ക്യാരി ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. ആ ഒരു സമയത്താണ് നിങ്ങൾക്കും ലൈറ്റ് ആയിട്ട് തോന്നുക, നിങ്ങൾക്കും പുതിയ അനുഭവങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ആവശ്യമില്ലാത്ത അനുഭവങ്ങൾ നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ മറക്കാൻ സാധിക്കണം. അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊരു കാര്യം മാറ്റം എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, ഈവൻ അതൊരു പുതിയ സിറ്റുവേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, മുന്നേ നിങ്ങൾക്ക് എന്ത് അനുഭവമാണോ ആ ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു കാര്യമാണ്. അവിടെ അത് ആരും വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. സോ ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വേദന, നിങ്ങളുടെ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തിരുത്തേണ്ടത്. ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു അവയർനെസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ നോളേജ്, സ്പിരിച്വൽ ഇൻസൈറ്റ് നിങ്ങൾക്ക് ചില കാര്യത്തിൽ കിട്ടുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പൊസിഷൻ, ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ പൊസിഷൻ എന്താണോ അതിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു അത്ഭുതമാം വിധം നിങ്ങൾക്കൊരു മാറ്റങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണോ, ഇന്ന് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി നിങ്ങളുടെ അവസ്ഥ എന്താണോ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ മാറ്റങ്ങൾ കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് സ്നേഹം സമൃദ്ധമായിട്ടും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വേണ്ട ആളുകളുടെ അടുത്ത് നിന്ന്, റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, ഈവൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് പോലും നിങ്ങൾക്ക് ധാരാളം സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ അതിലേക്ക് വരുന്നതിന് മുൻപ് ഇതുപോലുള്ള മാറ്റങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യണം, കണക്ട് ചെയ്യണം, ഫൊർഗീവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.